നമസ്കാരം, എല്ലാവർക്കും മൈമഞ്ചർ PSയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നാളെ നടക്കാൻ പോകുന്ന CPO സ്പെഷ്യൽ ടോപ്പിക്സ് എക്സ്പ്ലനേഷൻ സെഷനുമായിട്ടാണ്. നമുക്കറിയാം, 2 എക്സാം കഴിഞ്ഞു. CPO റിലേറ്റഡ് ആയിട്ടുള്ള 2 എക്സാം കഴിഞ്ഞു. എല്ലാവർക്കും ക്വസ്റ്റിൻ്റെ പാറ്റേൺ മനസ്സിലായി, PSC എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റിനും കൂടെ വെച്ചിട്ട് നാളെ എന്തൊക്കെ കൂടെ പഠിക്കണം, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അതിൻ്റെ പാറ്റേൺ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കുക. ഫ്രണ്ടിലൊരു ബുക്ക് കൂടെ വെച്ചിട്ടിരിക്കുക. നിങ്ങൾ ഏത് ബുക്കാണോ വെച്ച് പഠിക്കുന്നത് ആ പുസ്തകം കൂടെ മുമ്പിൽ വെച്ചേക്കുക. ഞാൻ പറയുന്ന ഫാക്ട്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കൂടെ കുറിച്ചെടുക്കുക. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് നിങ്ങളെ ജോലിയിലെത്തിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവറിൻ്റെ 17-ാം തീയതി നടന്ന CPO ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സെഷനിലെ 20 മാർക്കാണ്. അതിനകത്ത് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഫാക്ട്സ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 19-ാം തീയതി നടന്ന വുമൺ CPO അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഈ എക്സ്പ്ലനേഷൻ ആ ക്വസ്റ്റ്യൻ മാത്രമല്ല, റിലേറ്റഡ് ഫാക്ട്സ് നാളത്തെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും യൂസ് ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്ക്? നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്തും മുമ്പ് ആദ്യം നമ്മൾ അറിയണം ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് BNSSലെ സമൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ആദ്യം പഠിക്കേണ്ടത് സമൻസ്. അങ്ങനെ പഠിക്കണം, കണ്ടൻറ്റായിട്ട് പഠിക്കണം. അല്ലെ ക്വസ്റ്റ്യൻ പഠിച്ചാൽ കളയുകയല്ല ചെയ്യുന്നത്, ആ കണ്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സമൻസുമായി ബന്ധപ്പെട്ട BNSSലെ സെക്ഷൻ ഏത് എന്ന് മനസ്സിലാക്കാം. നമുക്ക് സെക്ഷൻ ഏതാണ്? ഫസ്റ്റ് 63 സെക്ഷൻ 63 സമൻസുമായി ബന്ധപ്പെട്ട്. 63 മുതൽ 71 വരെ സമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ആദ്യം നമുക്ക് നോക്കാം സമൻസ് എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഒരു വ്യക്തിയെ കോടതിയിൽ വരുന്നതിന് കൊടുക്കുന്ന നോട്ടീസാണ് സമൻസ്. കോടതിക്ക് ഒരു വ്യക്തിയെ കോടതിയിൽ എത്തിക്കുന്നതിനുള്ള നോട്ടീസാണ് സമൻസ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ആദ്യ നടപടിയാണ് സമൻസ് എന്നറിയുക. അതിവിടെ പറയുന്നു. സമൻസിന് 2 പകർപ്പുണ്ടാകും, അത് മനസ്സിലാക്കുക. ഒന്ന്, സമൻസ് ആരിലൂടെ നടപ്പിലാക്കാം? സമൻസ്, ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നോക്കണം. സമൻസ് ആരിലൂടെ നടപ്പിലാക്കാം? സമൻസ് പോലീസ് ഉദ്യോഗസ്ഥനിലൂടെ നടപ്പിലാക്കാം, പബ്ലിക് സർവൻറ്റിലൂടെ നടപ്പിലാക്കാം, അത് കോടതി ആരെയാണോ അധികാരപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അതുവഴി നടപ്പിലാക്കാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും സമൻസ് പോലീസിലൂടെ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. സമൻസ് ആരുടെയൊക്കെ കൂടെ നടപ്പിലാക്കാമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ സമൻസിലെ വ്യക്തിയെ നേരിട്ട് കണ്ട് തന്നെ കൊടുക്കണം, അത് ശരി തന്നെയാണ്. അതിനകത്ത് സമൻസിൽ സീലുണ്ടാകും, കോടതിയുടെ ഒപ്പുണ്ടാകും, അതൊക്കെ ഓക്കെ. അത് മാത്രമല്ല, കൊടുക്കുമ്പോൾ ഒരു പകർപ്പിൽ ഒപ്പിട്ട് തിരികെ നൽകണം, മറ്റേ പകർപ്പ് തിരികെ നൽകണം, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സമൻസിലെ പേരുകാരനെ നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ, സമൻസിലെ പേരുകാരനെ നേരിട്ട് കാണാൻ പറ്റിയില്ല എങ്കിൽ വീട്ടിൽ ആരുണ്ടാകും? അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ടാകും. അപ്പോൾ അവിടെ ആർക്ക് കൊടുക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. അത് വീട്ടിലെ മുതിർന്ന അംഗത്തിന്, പ്രായപൂർത്തിയായ അംഗത്തിന് നൽകാമെന്നാണ്. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, പ്രായപൂർത്തിയായ പുരുഷ അംഗം എന്ന് ചോദിച്ചു. ഇത് എവിടെയോ കണ്ടിട്ടില്ലേ? പലരും ഇപ്പോഴും അത് ചിന്തിച്ച് ചെയ്യുകയാണ്. ഇത് CRPC ആയിരുന്ന സമയത്ത്, BNSSന് മുൻഗാമിയായ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC ആയിരുന്ന സമയത്താണ് ആ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അതിന് ചേഞ്ച് വന്നു, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത് എന്നർക്കുക. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. വീട്ടിലെ മുതിർന്ന അംഗം, പുരുഷ അംഗമല്ല അംഗം. അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് സർവൻറ്റിന് സമൻസ് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കാം? ഗവൺമെൻറ് സർവൻറ്റിന് സമൻസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ, ഗവൺമെൻറ് സർവൻറ്റിൻ്റെ മേലധികാരിയിലൂടെ ഇത് നടപ്പിലാക്കി അയക്കാമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമൻസിലെ മറ്റൊരു കാര്യം കൂടെ അറിയുക. സമൻസ് അധികാരപരിധിക്ക് പുറത്ത് നടപ്പിലാക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ഏത് അധികാരപരിധിയുടെ കോടതിയിലാണോ അയക്കേണ്ടത് ആ കോടതി മുഖാന്തരവും നടപ്പിലാക്കാം. അപ്പോൾ ഇതൊക്കെ സമൻസിലെ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. ഞാൻ ഈ പറഞ്ഞ 63 മുതൽ 71 വരെയുള്ള നന്നായിട്ട് പഠിക്കണം. സമൻസ് എന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യനും അതിനകത്ത് നിന്ന് കിട്ടും, വായിച്ചിട്ടേ പോകാവൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഈ മലയാളത്തിൽ സംഹിത എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നത്. ഇത് ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യനാണ്.
2023 സെക്ഷൻ 40 ക്ലോസ് 1 പ്രകാരം ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? ഈ ക്വസ്റ്റ്യനും കൂടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെൻഡ് മനസ്സിലായി. എന്താണോ CRPC നിന്ന് മാറി വന്നത്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, CRPC നിന്ന് മാറി BNSS എത്തിയപ്പോൾ 40ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റാണ്. അപ്പോൾ അറസ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ചാപ്റ്റർ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. അവിടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട BNSSലെ അധ്യായം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് 5. ക്ലിയർ ആണോ? നന്നായിട്ട് പഠിച്ചോളൂ. നമ്മൾ ഇനി വളരെ അടുത്തെത്തിക്കഴിഞ്ഞു എക്സാം. ഓക്കെ, അപ്പോൾ 5ാമത്തെ ചാപ്റ്ററാണ് BNSSലെ 5ാമത്തെ ചാപ്റ്റർ അറസ്റ്റ് ചോദിക്കുന്നുണ്ട്. അറസ്റ്റിൽ 35 എപ്പോഴൊക്കെ പോലീസിനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് 35 പറയുന്നത്. 36 അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് എന്തൊക്കെ ശ്രദ്ധിക്കണം? മെമ്മോറാണ്ടം തയ്യാറാക്കണം, അദ്ദേഹത്തിൻ്റെ നെയിം പ്ലേറ്റ് കാണുന്ന രീതിയിൽ ധരിച്ചിരിക്കണം, ആ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ കൊണ്ട് മെമ്മോറാണ്ടത്തിൽ ഒപ്പിടിക്കണം, അയാളുടെ ബന്ധുവിനെ കൊണ്ട് ഒപ്പിടിക്കണം, ബന്ധു ഇല്ല എങ്കിൽ അയാളുടെ സുഹൃത്തുക്കളെ കൊണ്ട് ഒപ്പിടിക്കാം എന്നൊക്കെ കാര്യങ്ങളാണ് ഇവിടെ 36ലും. 37 അറസ്റ്റ് ചെയ്ത കാര്യം ജില്ലയിലെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൈകാര്യം ചെയ്യുന്ന ഒരു നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഓർമ്മിക്കണം. ആരാണ് നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ASI റാങ്കിൽ കുറയാത്ത, ആരാണ്? ASI അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനായി. അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കേണ്ടത്, അദ്ദേഹത്തിന് അറിയിക്കണമെന്ന് അദ്ദേഹം അവിടെ പ്രമുഖമായി ഇവരുടെ ചിത്രങ്ങളൊക്കെ പതിച്ചു വയ്ക്കും. അതുപോലെ 38 നമുക്കറിയാം, അറസ്റ്റ് ചെയ്ത വ്യക്തിയെ അഡ്വക്കേറ്റിനെ കാണാനുള്ള അവകാശം പറയുന്നുണ്ട്. 39 നോൺ കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെപ്പോലും നമുക്ക് വേണമെങ്കിൽ ചില സന്ദർഭങ്ങളിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. നോൺ കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ ചില സമയങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ക്ലോസ് G ആണ് കൊഗ്നൈസബിൾ, 2 ക്ലോസ് O ആണ് നോൺ കൊഗ്നൈസബിൾ. ക്ലിയർ ആണോ? എങ്കിൽ ഈ 2 ക്ലോസ് Oയിലെ നോൺ കൊഗ്നൈസബിൾ എന്താണ് പറയുന്നത്? BNSSലെ പട്ടിക 1 പ്രകാരം ഒരു കേസ് പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വാറണ്ടോടുകൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് നോൺ കൊഗ്നൈസബിൾ കേസ്. പക്ഷേ ഇവിടെ അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ വിസമ്മതിക്കുകയോ പറയാൻ മടിക്കുകയോ തെറ്റായി നൽകുകയോ ചെയ്താൽ അയാളെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് 39 പറയുന്നത്. ഓർമ്മിച്ചോളുക. 40 നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ്. സ്വകാര്യ വ്യക്തി ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ എത്രയും വേഗം അയാളുടെ കൺമുന്നിൽ വെച്ചൊരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുകയോ പിടികിട്ടാ പുള്ളിയെ വെച്ച് കാണുകയോ ചെയ്താൽ അയാളെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും. എത്രയും വേഗം പോലീസിന് എത്തിക്കണമെന്നായിരുന്നു CRPCയിൽ. പക്ഷേ BNSS വന്നപ്പോൾ എത്ര മണിക്കൂറിനകത്താണ്? 6 മണിക്കൂറിനുള്ളിൽ ക്ലിയർ ആക്കുക. 6 മണിക്കൂറിനുള്ളിൽ അയാൾ എന്ത് ചെയ്യണം? അറസ്റ്റ് ചെയ്തല്ല, പോലീസിനെ കസ്റ്റഡിയിൽ കൊടുത്തിരിക്കണം. ക്ലിയർ ആണ്? പോലീസ് അയാളെ ബാക്കി പരിശോധിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യാം. ക്ലിയർ? ഇനി അടുത്തേക്ക് പോകുന്നു. 41 മജിസ്ട്രേറ്റിനായുള്ള അറസ്റ്റാണ്. മജിസ്ട്രേറ്റ് നമുക്കറിയാം, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ട്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ട്. അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അറിയുക, അവർക്കും അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. 42 നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഒരു സായുധ സേനാംഗത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിയമപരമായി അയാൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. 43 എങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ അറസ്റ്റ് ചെയ്യാം, ബലപ്രയോഗം പാടുണ്ടോ, ആരെയൊക്കെ കൈവിലങ്ങ് വെക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് 43 പറയുന്നത്. ക്ലിയർ ആണോ? 44 വരുന്നു. 44 എപ്പോഴൊക്കെ നമുക്ക് ഒരു സ്വകാര്യ സ്ഥലങ്ങളിൽ കയറി പരിശോധിക്കാം, ഒരു വ്യക്തി അതിനകത്തുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ 44ാമത്തെ വകുപ്പ് പ്രകാരം ആ വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാം. അവിടെ അയാളെ സമ്മതിച്ചില്ല എങ്കിൽ, അല്ലെ, ആ വ്യക്തി ഒരു വീടിൻ്റെ മുകളിലുണ്ടെന്ന് വെച്ചോ, സമ്മതിച്ചില്ല എങ്കിൽ ജനലോ വാതിലോ പൊളിച്ച് വേണമെങ്കിലും അകത്ത് കയറാം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് ഓക്കെ അല്ല? ക്ലിയർ ആണോ? ഇനിയുമുണ്ട്, ഞാനിത് ബേസ് ഫാക്ട്സ് ആയിട്ട് പറഞ്ഞു പോകാം. ക്ലിയർ ആണല്ലോ? അടുത്തേക്ക് പോകുന്നു, ബാക്കി പഠിച്ചോളണം. അടുത്തേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് അബ്ഡക്ഷൻ എന്ന കുറ്റം അല്ലാത്തത്? അബ്ഡക്ഷൻ എന്ന് ചോദിച്ചാൽ അതിനെ ആളപഹരണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. BNSൽ
BNSൽ 137, 138, 143 ഈ 3 സെക്ഷനും എന്താണെന്ന് നോക്കാം. 137 എന്ന് പറഞ്ഞാൽ ആൾ മോഷണം അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ്, ആൾ മോഷണം അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ്. 138 ആൾ അപഹരണം അല്ലെങ്കിൽ അബ്ഡക്ഷൻ. 143 ആൾ വാണിഭം എന്ന് ഓർമ്മിക്കുക, കടത്ത്. അപ്പോൾ ഇത് മൂന്നും ഇരിക്കട്ടെ. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് 138മായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അബ്ഡക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അബ്ഡക്ഷൻ. ഇതിലെ ആൾ മോഷണം എത്ര വീതം എന്ന് ചോദിച്ചാൽ 2 വീതം. ഇന്ത്യയിൽ നിന്നുള്ള ആൾ മോഷണവും നിയമപരമായ രക്ഷകർത്തത്തിൽ നിന്നുള്ള ആൾ മോഷണവുമാണ്. അപ്പോൾ കിഡ്നാപ്പിംഗ് എത്ര വീതം? 2 വീതം. അപ്പോൾ അവിടെ ചിലപ്പോൾ ചതിയുണ്ടാകാം, പറ്റിപ്പുണ്ടാകാം. പക്ഷേ ആൾ അപഹരണത്തിൽ ഭീഷണി, ബലപ്രയോഗം തുടങ്ങിയവയൊക്കെയാണ് ആൾ അപഹരണത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ആൾ അപഹരണത്തിൽ പെടാത്തത് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ നിർബന്ധിച്ചാൽ അതെന്താണ്? അബ്ഡക്ഷൻ ആണ്. അപ്പോൾ ഇതല്ല ആൻസർ. ഒരു വ്യക്തിയെ വഞ്ചനാപരമായ മാർഗങ്ങളിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ പ്രേരിപ്പിച്ചാലും അബ്ഡക്ഷൻ ആണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആൻസർ എന്താണ്? കിഡ്നാപ്പിംഗ് ആണ് വരുന്നത്, ആൾ മോഷണമാണ് വരുന്നത്. കാരണം ആൾ മോഷണം 2 വിധമല്ലേ, ഇന്ത്യക്ക് പുറത്ത് വരുന്നില്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. അബ്ഡക്ഷനിൽ പെടാത്ത ആൻസർ എന്ന് പറയുമ്പോൾ ഇതാണ്. ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് ഇസഡ് ഉള്ളതെന്ന് എക്കറിയാം. ഒരു കുറ്റിക്കാട് പിന്നിലാണ് ഇസഡ് ഉള്ളതെന്ന് എക്കറിയാം, എന്നാൽ ബിക്ക് അത് അറിയില്ല. അപ്പോൾ എക്ക് നന്നായിട്ടറിയാം ഒരാൾ അവിടെ ഉണ്ടെന്ന്, പക്ഷേ ബിക്ക് അത് അറിയില്ല. ഇസഡ് മരണപ്പെടണമെന്ന ഉദ്ദേശത്താൽ ബിയെ കൊണ്ട് ആ കുറ്റിക്കാടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം ഇസഡ് മരണപ്പെടുകയും ചെയ്യുന്നു. താഴെ പറയുന്നവരിൽ ശരിയായതേത് എന്ന് പറഞ്ഞാൽ അവിടെ നോക്കാം. ആണ്. കണ്ടോ, മരണപ്പെട്ടതാരാ? ഇസഡ്. മരണപ്പെട്ടത് ഇസഡ്. അപ്പം എക്ക് അതറിയാം. അപ്പം ആണ് പ്രതി. ബിക്ക് അതറിയില്ല. അപ്പം ബിയോട് പറയുന്നു ഇസഡിനെ ഷൂട്ട് ചെയ്യൂ. അപ്പോൾ ഈ പറയുന്ന ബി ഇത് അറിയാതെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ അയാൾ എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു. ഇസഡ് മരണപ്പെട്ടു. അപ്പോൾ ഇവിടെ നടന്ന കുറ്റമെന്ത്? ബി നിരപരാധിയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ദാ വരുന്ന ഓപ്ഷൻ ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചുവാണ്, കൾപ്പബിൾ ഹോമിസൈഡാണ്, കുറ്റകരമായ നരഹത്യ ചെയ്തു എന്നാണ്. അപ്പം 100ഉം 101 നമുക്ക് നോക്കാം. 100ാമത്തെ സെക്ഷനാണ് കുറ്റകരമായ നരഹത്യയുമായി ബന്ധപ്പെട്ട് വരുന്നത്. 101 കൊലപാതകമാണ് വരുന്നത്. കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അവിടെ വരാം. തന്നെ തൽക്കാലം സ്പോട്ടിൽ തന്നെ മരണം സംഭവിക്കണമെന്നില്ല എങ്കിലും, അല്ലെങ്കിൽ ആള് മാറിക്കൊന്നാലും ഇതൊക്കെ കുറ്റകരമായ നരഹത്യയാണ്. ആള് മാറ്റി കൊല്ലിച്ചാലും അത് കുറ്റകരമായ നരഹത്യ തന്നെയാണ്. നേരിട്ട് കൊല്ലുക, പെട്ടെന്ന് ചെയ്യുക, അതൊക്കെ എന്താണ്? കൊലപാതകമാണ്. പക്ഷെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്യുന്നത് എന്തല്ല? കൊലപാതകമല്ല. പെട്ടെന്നുണ്ടായ പ്രകോപനം കൊലപാതകമല്ല എന്നുകൂടെ ഒരു മൈൻഡിൽ വെച്ചേക്കുക. 100ന്റെ ശിക്ഷ 105ലും 101ന്റെ ശിക്ഷ 103ലുമാണ്. കൊലപാതകത്തിൻ്റെ ശിക്ഷ 103ലാണ് പറയുന്നത്. വധശിക്ഷയോ ജീവപര്യന്തമോ കിട്ടാമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 100ഉം 101 ഓർമ്മിക്കേണ്ടത്. അതുപോലെ 102ാമത്തെ സെക്ഷൻ ഉണ്ട്. ആള് മാറി കൊന്നു കഴിഞ്ഞാൽ അതെന്താണ്? നരഹത്യയാണെന്നൊക്കെ നിങ്ങൾ അറിയുക. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാകുന്നതായതിൽ ആര് ചെയ്യുമ്പോഴാണ്? അതവിടെ നിൽക്കട്ടെ. ആര് ചെയ്യുമ്പോഴെന്നൊക്കെ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഇത് ചോദിച്ചിരിക്കുന്നത് BNSലെ ചാപ്റ്റർ 5. ഞാൻ നേരത്തെ ഒരു 5 എഴുതി, അത് അറസ്റ്റാണ്. അത് BNSSലെ ചാപ്റ്ററാണ് 5. ഇത് BNSലെ ചാപ്റ്റർ 5 ചോദിച്ചാൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യമാണ്. BNSലെ ചാപ്റ്ററുകൾ നോക്കുക. ചാപ്റ്റർ 3. എത്ര ചാപ്റ്റർ ഉണ്ട് BNSൽ? ഏകദേശം 20ഓളം അധ്യായമുണ്ട്. ഏകദേശം 358ഓളം വകുപ്പുകളുണ്ട്. അതിൽ നമുക്ക് ആ കുറച്ച് അധ്യായമേ പഠിക്കാനുള്ളൂ. അതിനകത്ത് അറിയാനുള്ളത് 3ാമത്തത് ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലുകൾ. അതുപോലെ നിങ്ങൾ 5ാമത്തെ അധ്യായം നോക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. 5. 6ാമത്തെ നോക്കുക, ബോഡി അല്ലെ ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി നോക്കുക, മനുഷ്യ ശരീരത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. അപ്പോൾ 5 പഠിച്ചു, 6 പഠിച്ചു. അത് കഴിഞ്ഞ് 11ഉം 12ഉം പഠിക്കുക. 11 എന്ന് പറഞ്ഞാൽ അറിയുക ട്രാങ്ക്വിലിറ്റി, സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അധ്യായമാണ് 11. അതുപോലെ 12 പബ്ലിക് സെർവൻ്റ് റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ട അധ്യായമാണ് 12. 17 ഒഫൻസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയാണ്, വസ്തുക്കൾക്കെതിരെയുള്ള അധ്യായമാണ് ചാപ്റ്റർ 12ലും എന്ന് നിങ്ങൾ അറിയുക.
അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചാപ്റ്റർ 17 വസ്തുക്കൾക്കെതിരെയുള്ള അതിക്രമം ചാപ്റ്റർ 17 അറിയുക. ക്ലിയർ? ഓക്കെ. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ 76. ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ പ്രധാനമായിട്ടും വരുന്ന 2 ഭാഗമാണ്. ഒന്ന് സ്ത്രീകൾക്കെതിരെ അതിക്രമം തന്നെ, അതിൽ തന്നെ ബലാത്സംഗം വരുന്നു, പിന്നെ സ്ത്രീധന മരണം വരുന്നു, ഗർഭചിത്രം വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യം 74 പോവാം. 74 ഒരു സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കണമെന്ന രീതിയിൽ അവൾക്കെതിരെ കയ്യേറ്റമോ ബലപ്രയോഗമോ നടത്തുന്ന ഏതൊരു വ്യക്തിക്കും 1 മുതൽ 5 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടുമെന്ന് നമുക്കറിയാം. 75ാമത്തെ സെക്ഷനിലേക്ക് പോകുന്നു. പീഡനം എന്ന് ഓർമ്മിക്കുക. പീഡനമാണ് 75ാമത്തെ സെക്ഷൻ. പീഡനം എന്ന് ഓർമ്മിക്കുക. പീഡനത്തിൽ 4 കാര്യങ്ങളാണുള്ളത്. പീഡനത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീയെ സ്പർശിക്കുക, ഇഷ്ടത്തിന് വിരുദ്ധമായി സ്പർശിക്കുക, പോണോഗ്രഫി വരുന്നു, ആവശ്യപ്പെടുക വരുന്നു. ഇത് 3 വർഷത്തേക്ക് കഠിന തടവും പിഴയും. കമൻറ്റ്, മോശമായിട്ടുള്ള കമൻറ്റുകൾ ചെയ്താൽ 1 വർഷത്തെ തടവും പിഴയും കിട്ടും. 75 പഠിക്കണം. അനി 76 വിവസ്ത്രയാക്കുന്ന ഏതൊരാളും എന്നാണ് ആൻസർ വരുന്നത്. ഏതൊരാളും. അവിടെ ശിക്ഷ വിവസ്ത്രയാക്കുക, ശിക്ഷ 3 മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടും. ഓർമ്മിക്കണം. 77ാമത്തെ വകുപ്പ് ഓർമ്മിക്കണം. 77 വോയറിസം എന്ന് ഓർമ്മിക്കുക. ഒളിഞ്ഞു നോട്ടം എന്ന് ഓർമ്മിക്കുക. ആദ്യ തവണ ചെയ്തു കഴിഞ്ഞാൽ 1 മുതൽ 3, പിന്നെയും ചെയ്താൽ 3 മുതൽ 7. എൻ്റെ കൂടെ പറഞ്ഞു പഠിക്കുക. നാളെ നിങ്ങൾക്ക് എക്സാം വളരെ എളുപ്പമായിരിക്കും. എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ എത്തണം. എവിടെ എത്തണം? ഇതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ എത്തുക. നിങ്ങൾക്കിത് യൂസ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് മറുപടി കിട്ടണം. ഓക്കെ, അപ്പോൾ അത് നോക്കാം. 77. അത് കഴിഞ്ഞിട്ട് 78ലേക്ക് പോവാം. 78 സ്റ്റോക്കിംഗ് എന്ന് പറയുന്നു. സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ പതുങ്ങി പിൻപറ്റുക, അല്ലെങ്കിൽ പിന്തുടരുക, അല്ലെങ്കിൽ പൂവാല ശല്യം എന്ന വാക്കുകളൊക്കെ എടുക്കുക. ആദ്യ തവണ ചെയ്താൽ 3 വർഷവും, വീണ്ടും ചെയ്താൽ 5 വർഷവും. ഓർമ്മിക്കുക. സെക്ഷൻ 78. 79ലേക്ക് പോകുന്നു. 79 സ്ത്രീകളെ അപമാനിക്കണമെന്ന രീതിയിൽ മോശമായിട്ടുള്ള ശബ്ദം, വാക്ക്, ആംഗ്യം, പ്രവൃത്തിയൊക്കെ ചെയ്താൽ 79 പ്രകാരം 3 വർഷത്തെ തടവും പിഴയും കിട്ടും. 80ാമത്തെ വകുപ്പിലേക്ക് പോകുന്നു. സ്ത്രീധന മരണമാണ്. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ സ്ത്രീ അസ്വാഭാവികമായി മരണപ്പെടുകയാണെങ്കിൽ സ്ത്രീധന മരണമായി കണക്കാക്കും. അതിന് കാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും 7 വർഷം മുതൽ ജീവപര്യന്തം വരെയുള്ള തടവ് ലഭിക്കും എന്നൊക്കെ ഓർമ്മിക്കുക. 80 വരെ ഓർമ്മിക്കാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിലൊരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏത്? അപ്പോൾ അവിടെ നോക്കാനുള്ളത് തട്ടിയെടുത്ത് ഓടുന്നു. നമുക്കറിയാം ചാപ്റ്റർ 17 ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ചാപ്റ്റർ 17 ഓഫൻസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയിൽ ഞാനിവിടെ എഴുതുന്നു 303, 304, 308, 309, 310, 314, 316, 318, 324. ഇത്രയും എന്താണെന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. 303 മോഷണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വസ്തുക്കൾ അയാളുടെ അനുമതിയില്ലാതെ എടുക്കുന്നത് മോഷണമാണ്. അയാളുടെ അനുമതിയില്ലാതെ എടുക്കുന്നത് മോഷണമാണ്. അത് ജംഗമ വസ്തു ആയിരിക്കണം. ജംഗമ വസ്തു എന്ന് പറഞ്ഞാൽ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന വസ്തുവാണ് ജംഗമ വസ്തു. മൂവബിൾ പ്രോപ്പർട്ടിയാണ് ജംഗമ വസ്തു. എങ്കിൽ 303 ശിക്ഷ അവിടെ പറയുന്നത് 3 വർഷം. 304 പിടിച്ചുപറി അല്ലെങ്കിൽ സ്നാച്ചിങ് എന്ന് പറയാം. തെറ്റിക്കരുത്. ഈ വാക്ക് സ്നാച്ചിങ്ങിൻ്റെ മലയാളമാണ് പിടിച്ചുപറി എന്നറിയുക. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനാണിത്. കണ്ടോ, ഒരു തെരുവിൽ വീട് പെട്ടെന്ന് വേഗത്തിൽ തട്ടിയെടുത്തു കൊണ്ടുപോയാൽ അത് സ്നാച്ചിങ് ആണ്. 3 വർഷം കിട്ടാം. 308 അപഹരണമാണ് അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ എന്ന് പറയും. എക്സ്റ്റോർഷൻ ഒരാളെ ഭയപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് വസ്തുക്കൾ കൈക്കലാക്കുന്നതാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നു. പക്ഷേ ആ എക്സ്റ്റോർഷൻ നേരിട്ട് നടത്തിയാൽ അത് കവർച്ചയായി മാറുന്നു. നേരിട്ട് നടത്തുന്ന ഭയപ്പെടുത്തൽ കവർച്ചയായി മാറുന്നു, അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ കവർച്ചയായി മാറുന്നു, കൊന്നാൽ കവർച്ചയായി മാറുന്നു. അതാണ് റോബറി 309 വരുന്നു. ഇനി 5 അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന റോബറി, കവർച്ചയ്ക്ക് പറഞ്ഞ പേരാണ് കൂട്ടായ്മ കവർച്ച. 310 വരുന്നു. അവിടെ കൂട്ടത്തോടെ എല്ലാവർക്കും ഒരേ ശിക്ഷ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നിവിടെ അറിയുക. 314, 316 ദുർവിനിയോഗവും വിശ്വാസലംഘനവും. നിങ്ങൾക്കൊരു വസ്തു വഴിയിൽ കിടന്ന് കിട്ടിക്കഴിഞ്ഞു, അത് ആരെയെന്നറിയാത്ത വസ്തു എടുത്ത് നിങ്ങൾ ഉപയോഗിച്ചാൽ ദുർവിനിയോഗം. നിങ്ങൾ ഒരു സാധനം മാറിയെടുത്തു പോയി, വീട്ടിൽ ചെന്നപ്പോൾ അറിയുന്നു ഇത് ഇന്ന ആളുടെ വസ്തുവാണ്, എന്നിട്ട് തിരികെ കൊടുത്തില്ലെങ്കിൽ അത് ദുർവിനിയോഗം. ഇതൊക്കെ ദുർവിനിയോഗമാണ്. നമുക്ക് അർഹതപ്പെടാത്ത, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക, എക്സാമ്പിൾ ചോദിച്ചാലും എഴുതണം. നമുക്ക് അർഹതപ്പെടാത്ത വസ്തുക്കൾ നമ്മുടെ കയ്യിൽ വന്നു ചേരുകയും എന്നിട്ട് അറിഞ്ഞിട്ടും അത് തിരികെ കൊടുക്കാൻ നമ്മൾ സന്നദ്ധനായില്ല എങ്കിൽ അത് ദുർവിനിയോഗമായി കണക്കാക്കാം. 314 ആണ്.
316 വിശ്വാസലംഘനം എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് പലരും പല സാധനങ്ങൾ ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിക്കുന്നത് വെച്ച് അയാൾ നമ്മളെ പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മളെന്നെ വിശ്വാസലംഘനമാണ്. എന്നാൽ 318 324 ചതി എന്താണ്, ദ്രോഹം എന്താണ്? ചതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ കാട്ടി ഡ്യൂപ്ലിക്കേറ്റ് തരുന്ന പ്രവൃത്തിയെ പറയുന്ന പേര് ചതി. അത് ഏത് ക്വസ്റ്റ്യനിലായാലും ചതി. ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ വിശ്വാസലംഘനം എന്ന് എഴുതണ്ട, ചതിയാണെന്ന് അറിയുക. കാരണം നിങ്ങളൊരു കടയിൽ പോയി പൈസ കൊടുത്തൊരു സാധനം വാങ്ങി അയാൾ അതിനെപ്പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്നു കഴിഞ്ഞാൽ ഒറിജിനലിൻ്റെ പൈസയും വാങ്ങിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെന്നാൽ ചതി. ക്ലിയർ? അപ്പോൾ ഒരു സാധനത്തിനെ കപടാനുകരണം നടത്തിയാൽ, കപടാനുകരണം എന്ന് പറഞ്ഞാൽ 2 Clause 4 പറയുന്നു കപടാനുകരണം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഒരു സാധനമാണെന്ന് പറഞ്ഞ് മറ്റൊരു സാധനം നിങ്ങൾക്ക് വ്യാജമായി തന്നു കഴിഞ്ഞാൽ കപടാനുകരണം, വ്യാജൻ എന്നൊക്കെ പറയുന്നു. 318 പറയുന്നു. 324 ദ്രോഹം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു നേട്ടമില്ല എങ്കിലും മറ്റൊരാളുടെ വസ്തുക്കൾ നശിപ്പിക്കണമെന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് ദ്രോഹം എന്ന് പറയുന്നത്. തീ കത്തിക്കുക, വീട് കത്തിക്കുക, വെള്ളം കത്തിക്കുക, വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുക, അങ്ങനെ കൃഷി നശിപ്പിക്കുക തുടങ്ങിയ പ്രവൃത്തികളൊക്കെ ദ്രോഹത്തിൽ വരുന്നു. അപ്പോൾ ഇത് പഠിക്കാതെ പോകരുത്, ഇത് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറണ്ട് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണ്? സെർച്ച് വാറണ്ട് തുടങ്ങിയവ എപ്പോഴാണോ നടപ്പിലാക്കുന്നത് അതുവരെ കാലാവധി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു സെക്ഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആ സെക്ഷനോട് ഓർമ്മിക്കേണ്ടത് 103ാമത്തെ സെക്ഷൻ ഓർമ്മിക്കണം, 102ാമത്തെ സെക്ഷൻ ഓർമ്മിക്കണം, 100ാമത്തെ സെക്ഷൻ ഓർമ്മിക്കണം. ഇതിനകത്ത് പറയുന്നത് സെർച്ച് വാറണ്ട്, ഒരു വ്യക്തിക്കുള്ളത് വാറണ്ടും ഒരു സാധനം പിടിച്ചെടുക്കാനുള്ളത് അവകാശം സെർച്ച് വാറണ്ടുമാണ്. സെർച്ച് വാറണ്ട് 100 എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കാണാനില്ല, അയാൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ആണ് സെർച്ച് വാറണ്ട് 100 പറയുന്നു. 102 പറയുന്നു സെർച്ച് വാറണ്ടിന് കീഴിൽ അറസ്റ്റ് വാറണ്ടും ഉൾപ്പെടും. 102 അതായത് 72 73 തുടങ്ങിയവയൊക്കെ വാറണ്ടാണ്. 32 തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇതൊക്കെ സെർച്ച് വാറണ്ടിനകത്ത് വരുമ്പോൾ സാധനം പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് കാരണക്കാരനായ വ്യക്തിയും കൂടെ അറസ്റ്റ് ചെയ്യാമെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ 103 സെർച്ച് വാറണ്ട് നടപ്പിലാക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തുന്നു, ആ വ്യക്തി ഉടമയുടെ വീടാണ് പരിശോധിക്കണമെങ്കിൽ വീട് പരിശോധിക്കണം, ഉടമ മാക്സിമം സഹകരിക്കണം. പരിശോധിക്കും മുമ്പ് 2 സാക്ഷികളെയും കൂടെ കൊണ്ടേ പോകാവൂ പോലീസുകാർ, അല്ലെങ്കിൽ ആരാണോ പരിശോധിക്കുന്നത് 2 ബഹുമാന്യരായ സാക്ഷികളെ കൂടെ കൊണ്ടുപോകണം. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വേണം സെർച്ച് നടത്താനായിട്ട്. സാക്ഷികൾ സെർച്ച് നടത്തുമ്പോൾ ഒരു ലിസ്റ്റ് കയ്യിൽ വെച്ചേക്കുക. ആരാണ്? പോലീസുകാർ. എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് പിടിച്ചെടുക്കും അത് മുഴുവൻ ആ ലിസ്റ്റിൽ എഴുതുക. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ് പിടിച്ചത് ലിസ്റ്റിൽ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ആ ലിസ്റ്റ് എഴുതുക. അതുപോലെ ഇത് വീഡിയോ ചിത്രീകരിക്കുകയും വേണം. ഈ പിടിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചിത്രീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ സെർച്ച് വാറണ്ട് നടത്തുന്ന വീട്ടിലെ ആരെയാണോ സംശയം അയാളുടെ ദേഹപരിശോധന വേണമെങ്കിലും നടത്താം. എന്നിട്ട് ഈ സാക്ഷികൾ ആ ലിസ്റ്റിൽ ഒപ്പിടണം, നമ്മുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് നടത്തിയതെന്ന് പറഞ്ഞു. മാത്രമല്ല അതിൻ്റെ ഒരു കോപ്പി ഈ ഉടമസ്ഥന് കൊടുക്കണം. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയുമാണ് 103 പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ 103 ആ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കണം. അപ്പോൾ അത് ഓർമ്മിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു കാലാവധി എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല എന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അവിടെ കുറ്റസമ്മതം പ്രധാനമായിട്ടും 2 പേരോടാണ് കുറ്റസമ്മതം നടത്തുന്നത്. ഒന്ന് മജിസ്ട്രേറ്റിനോട്, ഒന്ന് പോലീസിനോട്. പക്ഷേ മജിസ്ട്രേറ്റിനോട് പറയുന്ന കുറ്റസമ്മതം മാത്രമേ സാധുവായിട്ടുള്ളൂ. പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം സാധുവായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്നറിയുക. നമുക്കാദ്യം നോക്കാം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെയാണ് കുറ്റസമ്മതം നടത്തേണ്ടത്. തെറ്റ്. കാരണം ഇത് 23ാമത്തെ സെക്ഷൻ ആണെന്നറിയുക. BSA ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന നിയമം BSA ആണ്. ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ സെക്ഷൻ 23 എന്താണ്? പോലീസിനോട് നടത്തുന്ന കുറ്റസമ്മതം എങ്ങനെയെന്ന് ചോദിച്ചാൽ മുതിർന്ന പോലീസായാലും ഏത് പോലീസായാലും പറയാൻ പറ്റില്ല എന്നറിയുക. ഈ കുറ്റസമ്മതം ഒരു സാഹചര്യത്തിലും തെളിവായി സ്വീകാര്യമല്ല. തെറ്റാണ്. ഒരു സാഹചര്യത്തിലും തെളിവായി സ്വീകാര്യമല്ല എന്ന തെറ്റാണ്. ചില സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ തെളിയിക്കാം. കുറ്റസമ്മതം പോലീസ് നിർബന്ധമായും വീഡിയോ ചിത്രീകരിക്കണം. തെറ്റാണ്. കാരണം പോലീസിനോട് പറഞ്ഞ കുറ്റസമ്മതമേ എടുക്കാൻ പറ്റില്ല. എന്നാൽ ലാസ്റ്റ് സെന്റൻസ് നോക്കിയ ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പോലീസ് കുറ്റം സമ്മതിപ്പിക്കുകയാണെങ്കിൽ കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ അത് തെളിവായി തെളിയിക്കാവുന്നതാണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്നല്ല, അത് വെച്ച് തെളിവായി എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓർമ്മിക്കുക. ഇതാണ് 23ാമത്തെ വകുപ്പ് ഓർമ്മിക്കുക. ഇനി 22ഉം 24ഉം കൂടെ നോക്കാം. 22 മജിസ്ട്രേറ്റിനോട് പറയുന്ന കുറ്റസമ്മതം. അവിടെ ഭീഷണിയോ പ്രലോഭനമോ ഭയമോ ഉണ്ടെങ്കിൽ ആ കുറ്റസമ്മതം മജിസ്ട്രേറ്റ് സാധുവായി സ്വീകരിക്കില്ല. എന്നാൽ ആ
ഭീഷണിയോ ഭയമോ ഒഴിവായതിനു ശേഷം മാത്രമേ സ്വീകരിക്കുള്ളൂ. 24 പറയുന്നു ഈ കുറ്റസമ്മതം ഒരു കൂട്ടം ആൾക്കാരിൽ ഒന്നിൽ കൂടുതൽ പേർ വിചാരണയിലിരിക്കുകയും ഒന്നിൽ കൂടുതൽ പേര് വിചാരണയിലിരിക്കുകയും അതിൽ ചെയ്യുന്നതാണ് എന്താണ് 24 പറയുന്നത്. ഓർമ്മിക്കുക, 24 പറയുന്നത് ഒന്നിൽ കൂടുതൽ പേർ വിചാരണയിൽപ്പെടുകയും ഒരാൾ മറ്റൊരാളുടെ പേര് പറയുകയാണെങ്കിൽ അവരെയും എടുക്കാം. അതുപോലെ നിങ്ങൾ BSIയിൽ നോക്കേണ്ട സെക്ഷനാണ് 26, 39 കൂടെ പഠിച്ചിട്ട് പോകണം. ഞാനിത് പറഞ്ഞത് വെറുതെയല്ല. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണും. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതും ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും. 39, 26 മരണമൊഴി അല്ലെങ്കിൽ കാണാതായ വ്യക്തിയുടെ മൊഴി ആയിരിക്കും 26 വരുന്നത്. 39 വിദഗ്ധൻ്റെ അഭിപ്രായത്തെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഡെഫിനിഷൻസുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് 23ാമത്തെ സെക്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, താൻ ഒരു കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുന്നുവെങ്കിൽ, അപ്പോൾ ആയുധവും ഇത് വീണ്ടും വരുന്നു 23ാമത്തെ സെക്ഷൻ തന്നെയാണ്. വീണ്ടും വരുന്നത് 23ാമത്തെ സെക്ഷൻ. പോലീസിനോട് കസ്റ്റഡിയിൽ വെച്ചൊരു പ്രതി പറയുകയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ആയുധം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് തെളിവായി എടുക്കാമോ? എടുത്തൂടെയോ? എടുക്കാം. ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്ക് തെളിയിക്കാവുന്നതാണെന്നേ ഉള്ളൂ. ഉടൻ തന്നെ പ്രതിയെ തൂക്കിക്കൊല്ലുമെന്നല്ല പറഞ്ഞത്, തെളിയിക്കാം. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയാണ് പ്രതി മൊഴി നൽകിയതെന്നതിനാൽ ആ മൊഴി പ്രതിക്കെതിരെ തെളിയിക്കാനാവില്ല. പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നാലും ശരി ഇരുന്നില്ലെങ്കിലും ശരി ആയുധം കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ തെളിയിക്കാം. അതുകൊണ്ട് ഇത് തെറ്റാണ്. പ്രതി കുറ്റം ചെയ്തത് തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ആയുധം പ്രതി പറഞ്ഞെന്നേ ഉള്ളൂ. അത് തെളിയിക്കാവുന്നതാണെന്നേ ഉള്ളൂ. തെളിയിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആയുധം വെച്ച് ഈ പ്രതി തന്നെയാണോ ആയുധം ഉപയോഗിച്ചതെന്ന് പോലീസിന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ പ്രതിയുടെ മൊഴി പോലീസിനോടുള്ള കുറ്റസമ്മതം അല്ലെങ്കിൽ മാത്രം ആയുധ തെളിവായി സ്വീകരിക്കാം. അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയാൽ. കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്കാണ്? ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്കാണ്? കസ്റ്റഡിയിലുള്ള ആളുടെ അഡ്വക്കേറ്റ്, പരാതി നൽകിയ ആൾ, കസ്റ്റഡിയിലുള്ള ആളുടെ ബന്ധുക്കൾക്ക് ഏതൊരു. ഞാൻ തെറ്റായ ഓപ്ഷൻ വായിക്കാറില്ല. അത് നിങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. തെറ്റായ ഓപ്ഷൻ വായിച്ച് വെറുതെ നമ്മുടെ തലയിലേക്ക് അത് ഫീഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്കതിലെ ശരി ഉത്തരം 8ാമത്തെ സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്, കേരള പോലീസ് ആക്ട്. കേരള പോലീസ് ആക്ടിൽ 131ഓളം വകുപ്പുകളും 8 ചാപ്റ്ററും ഉണ്ട്. അതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് 3 അറിയാം പോലീസിൻ്റെ കടമ, 4 പോലീസിൻ്റെ ചുമതല. എല്ലാ പരീക്ഷകളിലും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് 8ഉം 29ഉം 64ഉം. ഞാൻ എല്ലാ പരീക്ഷയിലും ഇത് പ്രതീക്ഷിക്കുന്നു വരും. ഇപ്പോൾ 8ആണ് ചോദിച്ചത്, വനിതാ CPOക്ക് ചോദിച്ചത് 64ആണ്. നിങ്ങൾക്ക് 29 പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മിക്കാം. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് 8 എന്താണ്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം കിട്ടണം. അപ്പോൾ ഒന്നാമത്തെ അവകാശം നമുക്ക് നോക്കാം. ഒരു വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള അവകാശമുണ്ട്. അത് ഏതൊരു പൗരനോ അവകാശമുണ്ട്. അതുപോലെ സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന സ്ഥിരം രജിസ്റ്ററിൽ ഇതിൻ്റെ ഉള്ളടക്കം എഴുതാനുള്ള അവകാശമുണ്ട്. അതുപോലെ കൈപ്പറ്റ് രസീത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ സ്വകാര്യതയോടെ പരാതി പറയാനുള്ള അവകാശമുണ്ട്. മേലുദ്യോഗസ്ഥനെ കാണുവാനുള്ള അവകാശമുണ്ട്. ഏത് സമയത്തും പോലീസ് സ്റ്റേഷനിൽ സമാധാനപൂർവ്വം കയറി ചെല്ലാൻ പരാതി ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ട്. 8ാമത്തെ സെക്ഷനിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് 14 നിങ്ങൾ നോക്കിക്കോളൂ. പോലീസിൻ്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണ്? നമുക്ക് CPO മുതൽ DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് വരെയുള്ളത് ഓർമ്മിക്കണം. ക്ലിയർ? അപ്പോൾ അതൊരു ഓർഡർ പഠിച്ചിട്ടേ പോകും. ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ് ആയി പോകും. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ മുതൽ DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് വരെയുള്ള ഓർഡറും ഫുൾ ഫോമും നിർബന്ധമായും പഠിക്കണം. 21 സ്പെഷ്യൽ വിങ്ങുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ, യൂണിറ്റുകൾ തുടങ്ങിയവയൊക്കെ ഓർമ്മിച്ചോണം. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് 29 പോലീസിൻ്റെ പെരുമാറ്റം പഠിച്ചിട്ട് പോകണം. 31 പോലീസുകാർ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാം. 33 ഓഡിയോ വീഡിയോ. എന്നാ പഠിച്ചോ? ഓഡിയോ വീഡിയോയുടെ ക്വസ്റ്റ്യൻ. XY എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ X ആയത് നിയമപരമായി തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിൽ പോലീസിൻ്റെ ശരിയായ നടപടി എന്ത്? അപ്പോൾ ഇത് ഒരാൾ 2 പേര് തമ്മിൽ ബൈക്കിൽ പോവുകയാണ്, പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ യൂട്യൂബിലൊക്കെ കാണിക്കുമ്പോൾ അവർ പോലീസിൻ്റെ വീഡിയോ എടുത്ത് പോലീസിന് എന്ത് ചെയ്യാം? പോലീസിനും തിരിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. ഇത് അല്ലാതെ അവിടെ തടയാനൊന്നും പറ്റില്ല. അവിടെ തിരിച്ചെടുക്കാമെന്നുണ്ട്. തിരിച്ച് ഓപ്ഷൻ ബി, പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോ പകർത്താം. അത്രയേ ഉള്ളൂ.
അല്ലാതെ തടസ്സപ്പെടുത്താനോ കസ്റ്റഡിയിലെടുക്കാനോ ഒന്നും പാടില്ല. കാരണം കേരള പോലീസ് ആക്ട് 33ാമത്തെ വകുപ്പ്, കേരള പോലീസ് ആക്ട് 33ാമത്തെ വകുപ്പ് നോക്കിക്കൊള്ളുക. 33ാമത്തെ വകുപ്പിൽ എന്ത് പറയുന്നു? ഓഡിയോ വീഡിയോ അയാൾക്ക് കൊടുക്കാം, പോലീസിനും എടുക്കാമെന്നാണ് 33ാമത്തെ വകുപ്പിൽ പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്തത്, ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടി. ആദ്യം അറിയണം ഇത് ഏത് സെക്ഷനാണെന്ന് അറിയുക. ആദ്യം പറയേണ്ടത് ഏത് സെക്ഷനാണെന്ന് അറിയുക. 57ാമത്തെ വകുപ്പ്, 57ാമത്തെ വകുപ്പ്. അപ്പോൾ അവിടെ അറിയേണ്ടത് കേരള പോലീസ് ആക്ടിലെ 57ാമത്തെ വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് അറിയുക. അപ്പോൾ അവിടെ എന്താണ് ഈ 57ാമത്തെ വകുപ്പ്? ഒരു വ്യക്തിയെ കാണാനില്ലെന്നുണ്ടാൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ആദ്യം ആ പരാതി സത്യമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. 2, അങ്ങനെ സത്യമാണെങ്കിൽ ആ സ്ഥലത്ത് പോയി അന്വേഷിക്കണം, പരിശോധിക്കണം, സാക്ഷികളുടെ മൊഴിയെടുക്കണം. ആളിനെ കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലോ രക്ഷകർത്താവിൻ്റെയോ ഹാജരാക്കണം. ഇത്രയുമാണ് 57ാമത്തെ വകുപ്പിൽ പറയുന്നത്. നമുക്ക് അവിടെ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അസാധാരണ മരണം നടന്ന FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം. അങ്ങനെ ഒന്നും ഇല്ലല്ലോ. കാരണം എന്താ? ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഉടനെ അസാധാരണ മരണം നടന്നോ? ഇല്ല. കാണാതെ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക. ശരി. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. ശരി. കാണാതെ അയാളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കുക. ശരിയാണ്. അപ്പോൾ 2, 3, 4 ശരി എന്ന ഓപ്ഷനിലേക്ക് വരുന്നു. ഓപ്ഷൻ സി ആണ് 57ാമത്തെ വകുപ്പ് കേരള പോലീസ് ആക്ട് നോക്കിക്കൊള്ളുക. അതുപോലെ നിങ്ങൾ നോക്കേണ്ടത് 64 കമ്മ്യൂണിറ്റി പോലീസിംഗ് നോക്കണം, 98 സ്പെഷ്യൽ പോലീസ് ഓഫീസർ നോക്കണം. ക്ലിയർ ആയിട്ട് നോക്കണം. ഓക്കെ, അതുപോലെ 69 അറിയാം, അഗ്നിബാധ ദുരന്തം തുടങ്ങിയവ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് നോക്കുക. 77 ശബ്ദ മലിനീകരണം നിയന്ത്രിക്കുക, പഠിക്കണം. 61 ട്രാഫിക് നിയന്ത്രിക്കുക. ക്ലിയർ. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാം. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിൽ അറിയേണ്ട ഒരു കാര്യം കൂടെ, ഈ 117, 118, 119, 120 ഈ 4 സെക്ഷനും ചുമതലയിൽ ഇടപെട്ടാൽ 117, ഗുരുതരമായ ക്രമസമാധാന ലംഘനം 118, 119 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, 120 സാധാരണ ക്രമസമാധാന ലംഘനം. ഇത് കൃത്യമായിട്ട് അതിൻ്റെ സെൻറ്റൻസുകൾ പഠിച്ച് വായിച്ചിട്ട് പോകണം. ക്ലിയർ ആണേ? എങ്കിലേ അത് കിട്ടുള്ളൂ. മാത്രമല്ല നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഞാൻ കേരള പോലീസ് ആക്ടിൻ്റെ വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 1985 NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ്? അപ്പോൾ NDPS പ്രകാരമാണ് അടുത്തത് വരുന്നത്. NDPS 1985 NDPS കുറ്റങ്ങളിൽ 31A വധശിക്ഷയെ പറ്റി പറയുന്നത്. 31A വധശിക്ഷയെ പറ്റി പറയുന്നു. അതിനകത്ത് 37 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 37 പറയുന്നു പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമാണ്. അപ്പോൾ പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റമാണ് ഏതിൽ പറയുന്നത്? 2ാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. ഓർമ്മിക്കണം, പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമാണ് 1985 NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥയിൽ പറയുന്നത് എന്നറിയുക. ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS നിയമം 1985 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഇത് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ശരി. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. ശരി. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമം ബാധകമാണ്. 1, 2, 3 ശരിയാണ്. അപ്പോൾ ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്ററുള്ള കപ്പലുകളിലും വിമാനങ്ങളിലും ഈ നിയമം എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമം ബാധകമാണ്. അപ്പോൾ ഈ 1, 2, 3 ശരി എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ക്ലിയർ. 2012 പോക്സോ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത്. അപ്പോൾ പോക്സോയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. പോക്സോ 2012 നവംബർ 14 നിലവിൽ വന്ന നിയമമാണ്. 2012 നവംബർ 14 നിലവിൽ വന്നൊരു നിയമമാണ് പോക്സോ നിയമം. അതിനകത്ത് അറിയേണ്ടത് ഈ പോക്സോ നിയമത്തിൽ 46 വകുപ്പുകളുണ്ട്, 9 ചാപ്റ്ററുണ്ട്. 46 വകുപ്പും 9 ചാപ്റ്ററുമാണ് പോക്സോ നിയമത്തിലുള്ളത്. അതിനകത്ത് ഏകദേശം 10ഓളം വകുപ്പുകളെ 2019 ഭേദഗതി വരുത്തിയപ്പോൾ മാറ്റം വരുത്തി. അതിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റമാണ് 6ാമത്തെ സെക്ഷനിൽ എന്ത് കൂട്ടിച്ചേർത്തു? വധശിക്ഷ കൂട്ടിച്ചേർത്തു. അപ്പോൾ അറിയുക, പോക്സോയിലെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? 6 എന്നറിയുക. 6. ഈ നിയമം എവിടെ ബാധകമാണ്? ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണെന്നറിയുക. അപ്പം 3 പഠിക്കുക. അതിൻ്റെ ശിക്ഷ 4ലാണ്. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേശിത ലൈംഗിക അതിക്രമം, അതിൻ്റെ ശിക്ഷ 4ലും ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം 5ലും 6ലുമാണ്. അതുപോലെ ലൈംഗിക അതിക്രമം എന്ന് മാത്രം ചോദിച്ചാൽ 7, അതിൻ്റെ ശിക്ഷ 8ലാണ്. ടച്ചിങ് വന്നാൽ 7ഉം 8.
അതുപോലെ തന്നെ 11ഉം 12ഉം ലൈംഗിക പീഡനമായിട്ടെടുക്കാം. 11ഉം 12ഉം അവിടെ ടച്ചിങ് ഒന്നും ഇല്ല എങ്കിലും കുട്ടിയെ പിന്തുടരുക, കുട്ടിയെ ഭീഷണിപ്പെടുത്തുക, അല്ലേ, മോർഫ് ചെയ്യുക, ചിത്രങ്ങളെടുത്ത്, അതൊക്കെയാണ് വരുന്നത്. 16 പ്രേരണ വരുന്നു. 22 വ്യാജ വാർത്തയും 23 മാധ്യമങ്ങൾക്കെതിരെയുള്ള നടപടിക്രമങ്ങളുമാണെന്ന് അറിയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റ് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച കോടതി ഏത്? ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കോടതിയുടെ വിധിയൊക്കെ ചോദിച്ചു. ആൻസർ നമുക്ക് പഠിക്കാനേ ഉള്ളൂ. ഏതാണ്? മുംബൈ ഹൈക്കോടതി എന്നങ്ങ് പഠിക്കുക. മുംബൈ ഹൈക്കോടതി എന്ന് പഠിച്ചോളുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിവര സാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണമെന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ എന്ത്? അപ്പോൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയൊക്കെയാണ്. നമുക്കിത് 67A എടുക്കാം. ആണ് 67A, അല്ലേ, പ്രചരിപ്പിക്കുക തുടങ്ങിയവയൊക്കെ IT ആക്ട് 67A. ആദ്യ തവണ ചെയ്താൽ 5 വർഷവും 10 ലക്ഷവും, വീണ്ടും ആവർത്തിച്ചാൽ 7 വർഷവും 10 ലക്ഷവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 7 വർഷം 10 ലക്ഷം എന്ന് ഓർമ്മിക്കുക. കാരണം ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. കാരണം എന്താണ്, 1 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനത് 10 ആക്കിയതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം ഏത്? IT ആക്ടിൽ ജീവപര്യന്തം വരെ കുറ്റം ലഭിക്കാവുന്ന കുറ്റം ഏതാണ്? അത് ആൻസർ സൈബർ ടെററിസമാണ്. സൈബർ ഭീകരവാദ പ്രവർത്തനം, സൈബർ ടെററിസം എടുക്കുക. IT ആക്ടിലെ 66 ഹാക്കിംഗ് ആണ്. 66A ഇപ്പോൾ നിലവില്ല. ശ്രേയ സിംഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ് കാരണം 2015 മാർച്ച് 24 കേസ് റദ്ദാക്കി. ഈ സെക്ഷൻ റദ്ദാക്കി. 66B എന്ന് പറഞ്ഞാൽ സ്റ്റോളൻ പ്രോപ്പർട്ടി ആണെന്ന് അറിയുക. അവിടെ ശിക്ഷ 3 വർഷവും 1 ലക്ഷവും. 66C എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. 66C സ്വത്വാപഹരണം എന്ന് പറയുന്നു. അവിടെയും 3 വർഷവും 1 ലക്ഷവും. ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയവ അപഹരിച്ചാൽ. 66D എന്ന് പറഞ്ഞാൽ വ്യാജ അക്കൗണ്ടുകളാണ്. 66D 3 വർഷവും 1 ലക്ഷവും. 66E എന്ന് പറഞ്ഞാൽ സ്വകാര്യതാ ലംഘനം, സ്വകാര്യതാ അപഹരണം എന്ന് പറയുന്നത് 3 വർഷവും 2 ലക്ഷം. അപ്പോൾ 66F ആണ് ഇതാ കിടക്കുന്ന ക്വസ്റ്റ്യൻ. ഏതാണ്? സൈബർ ടെററിസം, ജീവപര്യന്തം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരുമെന്ന് വിധിച്ച കോടതിയല്ല, കേസാണ് വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റി. അതുപോലെ വിവരാവകാശ നിയമത്തിനെ മൗലികാവകാശമായി പ്രഖ്യാപിക്കാൻ കാരണമായ കേസ് ചോദിച്ചാൽ രാജ് നാരായൺ വേഴ്സസ് ഉത്തർപ്രദേശാണ്, 1975. അതുപോലെ സുഭാഷ് ചന്ദ്ര അഗർവാളും സുപ്രീം കോർട്ടും വിവരാവകാശ കമ്മീഷനും തമ്മിലുള്ള കേസ് കാരണം, അല്ലേ, നിലവിൽ വന്നൊരു കാര്യമാണ് സുഭാഷ് ചന്ദ്ര അഗർവാൾ കേസ്. ഇത് കാരണമാണ് സുപ്രീം കോടതിയുടെ ഓഫീസ് വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നുകൂടെ ഓർമ്മിച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നത്? വിവരം നമുക്കറിയാം. വിവരം എന്ന് പറഞ്ഞാൽ 2 ക്ലോസ് Fലാണ്. വിവരം എന്നാൽ 2 ക്ലോസ് Fലാണെന്നറിയുക. അപ്പോൾ 2 ക്ലോസ് Fൽ വിവരം എന്നാൽ എന്ത്? വിവരം എന്നാൽ പ്രമാണങ്ങൾ വരാം, ഇമെയിലുകൾ വരാം, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ വരാം. ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇവിടെ ഓർമ്മിക്കേണ്ടത് 2 ക്ലോസ് F പ്രകാരം വിവരം, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പം നിങ്ങൾക്ക് ആകെ വിവരാവകാശത്തിനകത്ത് സിലബസിൽ വരുന്ന 2ാമത്തെ സെക്ഷനേ ഉള്ളൂ. 2 ക്ലോസ് Fഉം 11 മൂന്നാം കക്ഷി വിവരം തുടങ്ങിയവയൊക്കെ ഓർമ്മിക്കണം. നല്ലവണ്ണം വായിച്ചിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 8ഉം 9ഉം ഒക്കെ നന്നായിട്ട് വായിക്കണം കേട്ടോ വിവരാവകാശത്തിൽ. ഇനി WCPയുടെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതിൽ BNS എന്നൊക്കെയാണ് WCPയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം. എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവർക്കറിയാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ബുക്കുകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ശിക്ഷകളെ പറ്റി പറയുന്ന BNSലെ സെക്ഷൻ 4ആണ്. ഏകദേശം 6ഓളം ശിക്ഷകളുണ്ട്. അതിനകത്ത് ഏകാന്ത തടവിനെ പറ്റി പറയുന്ന സെക്ഷൻ 11ആണ്. അപ്പോൾ ശിക്ഷകൾ മരണശിക്ഷയുണ്ട്, ജീവപര്യന്തമുണ്ട്, തടവുണ്ട്. തടവ് 2 വിധമാണ്, സാധാ തടവും കഠിന തടവും ഉണ്ട്. പിന്നെ അതുപോലെ സാമൂഹ്യ സേവനമുണ്ട്, അതുപോലെയുള്ളതാണ് പിഴയുണ്ട്, അതുപോലെ വസ്തു കണ്ടുകെട്ടൽ. അതിനകത്ത് കഠിന തടവുള്ള വ്യക്തിക്ക് മാത്രമാണ് ഏകാന്ത തടവ് കൊടുക്കുന്നത്. 11ാമത്തെ സെക്ഷനിൽ പറയുന്നു BNSലെ. അതിൽ 1 വർഷത്തിന് എബോവ് ഉള്ള എല്ലാവർക്കും 3 മാസം വരെ ഏകാന്ത തടവ് കൊടുക്കാം. പക്ഷേ അവിടെ 12ാമത്തെ സെക്ഷൻ നമുക്ക് സിലബസിലില്ല എങ്കിലും അതിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ആൻസർ 14ആണ്. തുടർച്ചയായി 14 ദിവസം കവിയരുത്.
3 മാസമൊക്കെ ആണെങ്കിൽ ഒരു വ്യക്തിയെ 3 മാസമൊന്നും തുടരെ ഇടാൻ പറ്റില്ല, ഏകാന്തത ഒറ്റയ്ക്ക് പറപ്പിക്കാൻ പറ്റില്ല, 14 ദിവസം എന്ന് ഓർമ്മിക്കണം. അപ്പോൾ ഇതാണ് സെക്ഷൻ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്നറിയുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. BNSSൻ്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെ കുറിച്ച് പറയുന്നത്? അപ്പം BNSS ചോദിച്ചാലും BNS ചോദിച്ചാലും പൊതു ശാന്തതയ്ക്കെതിരെ ചോദിച്ചു കഴിഞ്ഞാൽ അധ്യായം 11. അതിനർത്ഥം അധ്യായങ്ങൾ നിങ്ങൾ പഠിച്ചേ പറ്റൂ, അധ്യായങ്ങൾ പഠിച്ചേ മതിയാവുകയുള്ളൂ എന്നറിയുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. ആൻസർ ആരാണ്? സംസ്ഥാന പോലീസ് മേധാവി എന്നാണ് PSCയുടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഓർമ്മിക്കണം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. BNSS ഡാഷ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിലുള്ള അവകാശവും അറിയിക്കണം. ഞാൻ നേരത്തെ സെക്ഷനുകളിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അറസ്റ്റ് ചെയ്ത വ്യക്തിക്കുള്ള അവകാശങ്ങളെ പറ്റി പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ ഏതാണ്? 47 ആണെന്ന് അറിയുക. 47. 49 എന്ന് ചോദിച്ചാൽ ദേഹപരിശോധനയാണ്. 50 ചോദിച്ചു കഴിഞ്ഞാൽ ആയുധങ്ങൾ പിടിച്ചെടുക്കാം. 51 മെഡിക്കൽ പ്രാക്ടീഷണർ പരിശോധിക്കുന്നത് എന്നറിയുക. 58 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം അറിയുക. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം, അടുത്ത സെക്ഷനിലേക്ക് പോകാം. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 എന്താണ്? പഠിച്ചതല്ലേ? 64 എന്താണെന്ന് പഠിച്ചതല്ലേ? 64 എന്താണ്? കേരള കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് വായിച്ചിട്ടേ പോകാവൂ, നിർബന്ധമായും വായിച്ചിട്ടേ പോകാവൂ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ ഏത് സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആൻസർ ഏതാണ്? സെക്ഷൻ 23 ആണ്. സെക്ഷൻ 23 ആണ്. പോലീസിനോട് നടത്തുന്ന കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? 23 ആണ് എന്ന് നിങ്ങൾ അറിയുക. 23 ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുകയോ ചെയ്താൽ അയാൾ ഏത് കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്? ഇത് തയ്യാറെടുപ്പാണ്. ഇത് BNSലെ ചാപ്റ്റർ 6 ശരീരത്തിനെതിരെയുള്ള കുറ്റകൃത്യത്തിൽ 130ാമത്തെ വകുപ്പാണ് പറയുന്നത്. 130ാമത്തെ വകുപ്പ് കയ്യേറ്റത്തെ പറ്റി പറയുന്നതാണ് 130ാമത്തെ. എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പോ അതിന് പ്രവൃത്തിയോ പറയുന്ന പേരാണ് കയ്യേറ്റം. അതിൻ്റെ മറ്റൊരു വാക്കാണ് ആക്രമണം എന്നറിയുക. പലർക്കും ഡൗട്ട് കാണും അതിക്രമം വരില്ലേ എന്ന്. പക്ഷേ PSC എടുത്തിരിക്കുന്ന ആൻസർ ആക്രമണം ആണെന്നറിയുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ ഒരു ഡാഷ് ആണെന്നറിയുക. കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ ഹാസ്യചിത്രം ഒരു ഡാഷ് ആണെന്ന് ചോദിച്ചാൽ ഹാസ്യചിത്രം ഒരു രേഖയാണ്. രേഖ ഡോക്യുമെൻ്റ് ടു ക്ലോസ് ഡിയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഡെഫിനിഷൻ രേഖ. ടു ക്ലോസ് ഇ എന്ന് പറഞ്ഞാൽ തെളിവ് അല്ലെങ്കിൽ എന്താണ്? എവിഡൻസ്. ടു ക്ലോസ് എഫ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് അല്ലെങ്കിൽ വസ്തുത. ടു ക്ലോസ് ജി എന്ന് പറഞ്ഞാൽ വിവാദ വസ്തുത അല്ലെങ്കിൽ ഫാക്ട്സ് ഇൻ ഇഷ്യൂ. ടു ക്ലോസ് കെ എന്ന് പറഞ്ഞാൽ പ്രസക്തം അല്ലെങ്കിൽ റിലവൻറ്റ് എന്ന് പഠിക്കുക. ഇതാണ് എന്താണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. അതിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ 22, 23, 26, 39 ഇത്രയും നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഇതിനകത്ത് നിന്ന് വരുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് കാണാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെ പറ്റി അറിയിക്കേണ്ടതാണ്. ഇവിടെ ഇത് BNSSലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ 4ാമത്തെ ചാപ്റ്ററിലെ 34ാമത്തെ വകുപ്പാണ് പറയുന്നത്. 34ാമത്തെ വകുപ്പ് പറയുന്നത് ഗ്രാമത്തലവൻ്റെ ജോലി എന്താണ്? മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമോ താൽക്കാലികമായ താമസ സ്ഥലം ഉണ്ടെങ്കിൽ അറിയിക്കണം. ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമായ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തോ ഏതെങ്കിലും മൃതദേഹത്തിൻ്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്താലും അറിയിക്കണം. പോലീസിനെ അറിയിക്കണം. ഇതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. എക്സും ഒയ്യും ശരി തന്നെയാണ്. ഗ്രാമത്തലവൻ്റെ ചുമതല എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എത്ര? ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരെയും കൺഫ്യൂഷനാക്കി എന്ത് ചെയ്യണമെന്ന്. ക്വസ്റ്റ്യൻ കൺഫ്യൂഷനൊന്നുമില്ല, പക്ഷെ നമ്മൾ പഠിക്കുന്ന രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം 143ാമത്തെ ഒരു വകുപ്പാണ് ആൾവാണിഭം.
അതിനകത്തെ സബ്സെക്ഷനുകൾ, അതാണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്ന, സെക്ഷൻ പഠിക്കണമോ ശിക്ഷ പഠിക്കണമോ, പക്ഷേ അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ വന്നു, സബ്സെക്ഷനകത്തും പഠിക്കേണ്ടി വരും എന്നാണ്. 143 അഞ്ചാമത്തെ സബ്സെക്ഷനിൽ വന്നു ആൻസർ. 14 വർഷത്തിലാണ് ശിക്ഷ എന്നറിയുക, 14 വർഷം. NDPS നിയമം ആർക്കെല്ലാം ബാധകമാണ് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആർക്കെല്ലാം ബാധകമാണ്? അത് ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ബാധകമാണ്. ഇന്ത്യയിൽ ദേശത്തുള്ള കപ്പലുകൾക്കും വിമാനങ്ങൾക്കൊക്കെ ബാധകമാണ്. ആ ക്വസ്റ്റ്യൻ അറിയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകമാണ്? ഏതൊക്കെ? 31A NDPSലെ 31A പറയുന്നത് 19, 24, 27A, 19, 24, 27A എന്നീ കുറ്റകൃത്യങ്ങൾ. 19 എന്ന് പറഞ്ഞാൽ കർഷകൻ കറുപ്പ് കൃഷി നടന്നു, കർഷകൻ കറുപ്പ് കൃഷി. 24 എന്ന് പറഞ്ഞാൽ വിദേശ വ്യക്തിയുമായി കച്ചവട ബന്ധത്തിലേർപ്പെടുക. 27A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 27A എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് ധനസഹായം നൽകുക, ധനസഹായം നൽകുക എന്നാണ്. അപ്പോൾ 19, 24, 27A ഓർമ്മിക്കാം. 19, 24, 27A. അപ്പോൾ 19 കറുപ്പ് കൃഷി, 24 എന്താണ്? വിദേശ വ്യക്തിയുമായി കച്ചവട ബന്ധം, 27A കുറ്റകൃത്യം ചെയ്യാനായി ധനസഹായം നൽകുക. ഇവിടെയെല്ലാം 10 മുതൽ 20 വർഷം വരെയുള്ള കഠിന തടവോ 1 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പിഴയോ കിട്ടും. ഇതിനെ ആവർത്തിച്ചാൽ 31A പ്രകാരം, 19, 24, 27A പ്രകാരം വധശിക്ഷ വരെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തൻ്റെ സെൻറ്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. അപ്പോൾ ഇവിടെ വ്യാജ പരാതികളുമായി ബന്ധപ്പെട്ട പോക്സോയിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 22. ഇവിടെ 22 ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതല്ല, ഇതാ വന്നു 22, ഇതല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബിയിലേക്ക് പോകാം. പോക്സോ ആക്ട് പ്രകാരം തെറ്റായ പരാതി നൽകുന്നതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്, കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. അപ്പോൾ വ്യാജ പരാതി നൽകുന്ന വ്യക്തി 6 മാസം വരെ തടവ് ലഭിക്കും. അതൊരു കുട്ടിയാണ് വ്യാജ പരാതി നൽകിയാൽ ശിക്ഷയില്ല. ഒരു മുതിർന്ന വ്യക്തി കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയാൽ 1 വർഷവും കിട്ടുമെന്ന് ഓർമ്മിക്കാം. ഇതാണ് പോക്സോയിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നമുക്കറിയാം പോക്സോ എന്ന് പറഞ്ഞാൽ ശിശു സൗഹാർദ്ദ നടപടികളാണ്. പോക്സോ കുറ്റകൃത്യങ്ങൾ ശിശു സൗഹാർദ്ദ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ അനുമതി ഇല്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. അതവിടെ നിൽക്കട്ടെ. ബന്ധപ്പെട്ട കുട്ടിയുടെ അനുമതി ഇല്ലാതെ പാടില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെ പാടില്ല. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ഇതാണ് ശരി ഉത്തരം. കോടതി രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ. ഇത് സെക്ഷൻ നമ്മൾ കുട്ടികളുടെ ഐഡൻറ്റിറ്റി പുറത്തുവിടാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഈ സെക്ഷനിൽ അറിയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? കഴിയും. അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് സംശയമൊന്നുമില്ല, ഓപ്ഷൻ എ ആണ് ആൻസർ. കാരണം 66 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്ന് പറയുന്നത് ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 66. ചില സന്ദർഭങ്ങളിൽ ചിലർ പറയും 43 വന്നുകൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ നമ്മുടെ PSCയുടെ ഇപ്പോഴത്തെ ആൻസർ കീയിൽ ഈ ഒരു ആൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് IT ആക്ടിലെ മാച്ച് ദ ഫോളോയിങ് ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കിടക്കുന്നത്. IT ആക്ടിൽ ആശയവിനിമയമായ കുറ്റകരമായ സന്ദേശങ്ങൾ അയച്ചാൽ 66A ഇത് റദ്ദാക്കി. ഐഡൻറ്റിറ്റി തെഫ്റ്റ് 66C ആണ് വരുന്നത്. 66C വരുന്നത് ഇവിടെ വരുന്നു. കമ്പ്യൂട്ടർ സോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാൽ 66D വരുന്നു. 66D വരുന്നു. സ്വകാര്യത ലംഘിച്ചതിനുള്ള ശിക്ഷ 66E വരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ് ആൻസർ അറിയുക. ഇത് ക്ലിയർ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ക്വസ്റ്റ്യനൊക്കെ മനസ്സിലായി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ മൂന്നാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ആ മൂന്നാം വ്യക്തിക്ക് വിവരം നൽകണം. ഇവിടെ 10 ദിവസം എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ആ മൂന്നാം കക്ഷിയോട് ചോദിക്കേണ്ട ദിവസം 5 ദിവസമാണ്. മൂന്നാം കക്ഷി മറുപടി കൊടുക്കേണ്ടതാണ് 10 ദിവസം. അപ്പോൾ ഇത് തെറ്റാണ്. വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യത്തിൽ മൂന്നാം കക്ഷി വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ലെന്നൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ വെളിപ്പെടുത്താം.
മൂന്നാം കക്ഷി വിവരങ്ങൾ നൽകാനുള്ള തീരുമാനത്തിന് നോട്ടീസിന് അപ്പീൽ നൽകാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ അപ്പീൽ നൽകാൻ കഴിയും, അതും തെറ്റാണ്. അപ്പോൾ ആൻസർ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്നാണ് ആൻസർ. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. മൂന്നാം കക്ഷി പഠിക്കണം 11ാമത്തെ സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നല്ലവണ്ണം ഒരു മാരത്തോൺ പോലെ പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് നല്ല സന്തോഷമുണ്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റിയതിൽ. നിങ്ങൾ മാക്സിമം ഇനിയും പഠിക്കണം, സമയമില്ല, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ മാക്സിമം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ആവുമെന്നാണ് വിശ്വാസം. PSC പാറ്റേൺ വെച്ചും പുതിയ പാറ്റേൺ വെച്ചും 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തുമാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. മാക്സിമം നിങ്ങൾ നോക്കുക, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി എക്സാം കഴിഞ്ഞിട്ട് കാണാം. താങ്ക് യു.